ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കൂടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ ആക്ഷൻ സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്നുള്ള കേട്ടില്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നോർത്ത് കൊറിയയെ പറ്റിയുള്ള പല കാര്യങ്ങളും ഒരുപാട് ന്യൂസിലായാലും വീഡിയോസിലായാലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു പട്ടാളക്കാരൻ നോർത്ത് കൊറിയ വിട്ട് സൗത്ത് കൊറിയയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സത്യം പറയാൻ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചെടുത്തും ഒരിടത്ത് പോലും ബോറടിക്കത്തില്ല. ഈ ഒരു പട്ടാളക്കാരൻ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലും ഉണ്ടാവും. അതുപോലുള്ള ഒരു മൂവി, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനിയും കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു നോർത്ത് കൊറിയൻ ആർമി ക്യാമ്പാണ് കാണിക്കുമ്പോഴത്തേക്കും രാത്രി ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ക്യാമ്പിനുള്ളിൽ ഒരുപാട് പട്ടാളക്കാർ ഉറങ്ങിക്കിടപ്പുണ്ട്. പെട്ടെന്ന് കാണിക്കുമ്പോൾ അതിലൊരു പട്ടാളക്കാരൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് അവരാരും അറിയാതെ പെട്ടെന്ന് ആ ഒരു ക്യാമ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് വലിയൊരു മെസ് ഉണ്ട്, അതുവഴിയെല്ലാം മനക്കില്ലാതെ നല്ല വേഗതയിൽ ഇങ്ങനെ ഓടി പോവാണ്. കുറെ ദൂരം ചെന്നിട്ട് ഒരു വലിയ പൈപ്പ് ഉണ്ട്, ആ ഒരു പൈപ്പിന്റെ ഭാഗം തുറന്ന് അതുവഴി നേരെ മുകളിലേക്ക് കയറി ഒരു കാടിനകത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവിടെ നിന്ന് അടുത്തൊരു ക്യാമ്പിലേക്ക് കയറിയിട്ട് ആ ഒരു ക്യാമ്പ് വഴിയും നല്ല വേഗതയിലോടാണ്. എന്തായാലും ഈ ഒരു സമയത്ത് അവിടെ പട്ടാളക്കാരൊന്നും ഉണർന്നിരിപ്പുണ്ടെങ്കിലും ആരും കാണാതെയാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അങ്ങനെ ഓടി അവിടെ നിന്ന് വീണ്ടും അടുത്തൊരു കാടിലേക്ക് വന്നിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ ഒരു മിനിറ്റ് വാച്ചും അതേപോലെ തന്നെ ഒരു കോമ്പസും കയ്യിലിരിപ്പുണ്ട്. അങ്ങനെ ഇത് രണ്ടും വെച്ചിട്ട് അവിടെ നിന്ന് ഓടി ഈ ഒരു ആർമി ക്യാമ്പിന്റെ വേലിയുണ്ട് അതിനടുത്തേക്ക് വന്നിട്ട് അവിടെ ഒരു കുഴി ഒഴിച്ചിട്ടുണ്ട്, അതുവഴി ആ ഒരു വേലിയുടെ അപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് വേഗതയിൽ ഓടുമ്പോഴത്തേക്കും ഈ പുല്ല് പിടിച്ചിരിക്കുന്ന തുറ സൈഡിലുള്ള സ്ഥലമാണ്, നല്ല വേഗതയിൽ ഇങ്ങനെ ഓടാണ്, എവിടെയും നിൽക്കുന്നില്ല. അങ്ങനെ ഓടി ഇപ്പൊ അവസാനം ഒരു കാടിനടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മൈൻസ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഒരു കാടിനുള്ളിൽ മുഴുവനായിട്ടും മൈൻസ് വെച്ചേക്കാണ്. അങ്ങനെ തന്റെ കയ്യിലുള്ള ആ ഒരു ടോർച്ച് അടിച്ചിട്ട് ഓരോ വശത്തേക്ക് ഇങ്ങനെ നോക്കി പോകുമ്പോൾ പലയിടങ്ങളിലായിട്ട് കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതല്ല, ഈ മൈൻസ് വെച്ചേക്കുന്ന ആ ഒരു ഭാഗത്താണ് അതറിയാൻ വേണ്ടി കമ്പ് കുത്തി വെച്ചേക്കുന്നത്. അതുമല്ല ആ ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ ഒരു ചെറിയ പേപ്പറിൽ ഈ ഒരു സ്ഥലത്തിന്റെ മാപ്പ് തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്, എവിടേക്കാണ് മൈൻസ് ഉള്ളത് എന്നുള്ള കാര്യം മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത്രയും നേരം അവൻ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഇഴഞ്ഞിങ്ങനെ പോകുന്നു. എന്നിട്ട് തന്റെ കയ്യിലുള്ള ഒരു കത്തി വെച്ച് ഈ മണ്ണിലെല്ലാം ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ എവിടെയൊക്കെ മൈൻസ് ഉണ്ടോ അതിലെല്ലാം തട്ടുമ്പോൾ ആ ഒരു സ്ഥലങ്ങളിലെല്ലാം അവനിങ്ങനെ മാർക്ക് ചെയ്ത് പോവാണ്. അങ്ങനെ കുറെ ദൂരം അതേപോലെ തന്നെ ചെയ്ത് ഒരു ഉയർന്ന ഭാഗത്തേക്ക് ചെന്ന് മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെയായിട്ട് ഈ ഒരു നോർത്ത് കൊറിയൻ ബോർഡർ ഇങ്ങനെ കാണാൻ കഴിയും, അതിന്റെ ആ ഒരു വെളിച്ചം. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് എന്തോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു കാട്ടുപന്നിയാണ്, അതേതോ ഒരു മൈനിൽ ചവിട്ടി പൊട്ടിത്തെറിച്ചതാണ്. അങ്ങനെ അത് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് വാച്ചിലെ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും വീണ്ടും വന്ന വേഗതയിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇത്തവണ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ മൈൻസ് എല്ലാം എവിടെയാണ് ഉള്ളതെന്ന് അറിയാവുന്നത് കൊണ്ട് നല്ല വേഗതയിൽ ഓടി വരാൻ കഴിയും. അതേപോലെ തന്നെ വന്നിട്ട് ഈ ഒരു ക്യാമ്പിനകത്തേക്ക് കയറി ആരും അറിയാതെ അവിടെ കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ എല്ലാ പട്ടാളക്കാരെയും വിളിച്ചിട്ട് അവർക്ക് ടിവിയിൽ എന്തോന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ച പട്ടാളക്കാരുടെ അവസ്ഥയാണ്. അവരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ലിം ഗ്യു. ഈ കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ ഒരു സർജന്റ് ആണ്. അതുമല്ല, ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആർമിയിൽ ചേർന്നിട്ട് ഏകദേശം 10 വർഷം ആവാറായി. പക്ഷേ നമ്മുടെ ഹീറോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് രാത്രി സമയം മാത്രം ഇതേപോലെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആരും കാണാതെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട്. ഹീറോയ്ക്ക് നോർത്ത് കൊറിയയിൽ നിൽക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല, അതും ഈ ഒരു ആർമിയിലെ. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സർജന്റ് ലിം, അതേപോലെ തന്നെ ഗ്രേഡ് കുറഞ്ഞ ബാക്കി 3 പട്ടാളക്കാര്, ഇവർ 4 പേരും ചേർന്നിട്ട് ഈ കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഗ്രേഡ് കുറഞ്ഞ ഒരു പട്ടാളക്കാരനുണ്ട്, അവന്റെ പേര് കിം ഡോങ് എന്നാണ്. അപ്പൊ അവൻ ഈ പക്ഷികൾ താഴ്ന്നു പറക്കുന്നത് കാണുമ്പോൾ പക്ഷികൾ താഴ്ന്നു പറക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടനെ മഴ പെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാലേ ഈ കാടിനുള്ളിൽ വെച്ചിരിക്കുന്ന മൈൻസ് എല്ലാം നല്ലതുപോലെ അറിയാൻ കഴിയും. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ച് നോക്കിയിട്ട് ഇവർ കുറച്ചുകൂടി മുന്നിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൈൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. നോക്കുമ്പോഴത്തേക്കും അതൊരു കാട്ടുപന്നിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു കാട്ടുപന്നിയെ ഇവർ 4 പേരും എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ ചുട്ടിങ്ങനെ കഴിക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ താഴെയുള്ള ആ ഒരു പട്ടാളക്കാർ അവർ 3 പേരും പറയുന്നത്, സാർ നിങ്ങളില്ലാതെ ഞങ്ങൾ 3 പേരും എങ്ങനെ ഇവിടെ നിൽക്കും, ഒരിക്കലും ഡിസ്ചാർജ് ചെയ്ത് പോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും, ഹേയ് അതൊന്നും കഴിയത്തില്ല, എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയേ പറ്റൂ, എന്റെ സേവനം കഴിയാറായി, 10 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കല്ലേ. അപ്പോഴേക്കും കിം ഡോങ് ചോദിക്കും, അല്ല വെളിയിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ, എനിക്കറിയത്തില്ല, ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർക്ക് ആ ഒരു പന്നിയെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാണ്. അങ്ങനെ അത് അവർ കഴിക്കാനായിട്ട് വരുന്ന അതേ സമയം അവിടേക്ക് സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ അങ്ങനെ വന്നിട്ട് ഇവർ ചെയ്യുന്ന ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ ലിമ്മിനെ അങ്ങനെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിക്കുമ്പോഴത്തേക്കാണ് ലിം പറയുന്നത്, പോഷകാഹാര കുറവ് കാരണം
15 പട്ടാളക്കാരെയാണ് ഇവിടെ നിന്ന് മാറ്റിയത്. അതുകൊണ്ട് എന്റെ ടീമിലുള്ള ആ ഒരു 3 പേർക്കും ആഹാരം കൊടുക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. അതുകൊണ്ടാണ് ആ മൈനിൽ ചവിട്ടി ചത്ത ആ ഒരു പന്നിയെ ഞാൻ അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അത് ആ ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസർമാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുത്തില്ല. ഇവരുടെ കൂടെയുള്ള ആ ഒരു പട്ടാളക്കാർക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെയുള്ള ക്രമം അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയത്തുള്ളൂ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിലിരുന്ന ആ ഒരു പന്നി ഉണ്ടല്ലോ, അതിനെ അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള എല്ലാ ഓഫീസർമാരും കൂടി ചേർന്ന് മദ്യം എല്ലാം കഴിച്ചിട്ട് ആ ഒരു പന്നി ഇങ്ങനെ കഴിക്കുന്നു. അവർക്ക് മദ്യം കൊണ്ട് കൊടുക്കുന്നതോ നമ്മുടെ ഹീറോയും. അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ഹീറോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ ഹീറോ 10 വർഷം ഇവിടെ നിന്നിട്ട് ഈ ഒരു ആർമിയിൽ നിന്ന് പോകാനായിട്ട് നിൽക്കല്ലേ. എന്നിരുന്നാലും ഹീറോക്ക് ഈ ഒരു രാജ്യത്ത് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ആരും അറിയാതെ നേരെ സൗത്ത് കൊറിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹീറോയ്ക്ക് എന്തായാലും ജീവിക്കാൻ കഴിയും. ആ ഒരു രീതിയിലാണ് ഹീറോ ഈ ഒരു ബോർഡർ കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നത്. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് അവർക്ക് മദ്യം വെക്കുന്ന രീതിയിൽ കുറച്ച് മാംസം അങ്ങനെ കൈകൊണ്ട് പതിയെ എടുത്ത് ആ പ്ലേറ്റിന്റെ പുറകിൽ വെച്ചിട്ട് നേരെ ലിമ്മിന്റെ കൂടെയുള്ള ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ അവർക്ക് 3 പേർക്കായിട്ട് ഇങ്ങനെ വീതിച്ച് കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ലിം അവിടെയുള്ള ടവറിന് മുകളിൽ ഇങ്ങനെ കാവലിനായിട്ട് നിൽക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ചെറിയൊരു റേഡിയോ ഉണ്ട്. അതിൽ ഈ ഒരു റേഡിയോയിൽ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ കേൾക്കാൻ. സത്യം പറഞ്ഞാൽ ഈ ഒരു കൊറിയയിൽ റേഡിയോ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയുള്ള എന്തൊക്കെയോ നിയമങ്ങളുണ്ട്. സത്യത്തിൽ എനിക്കറിയത്തില്ല, ഞാൻ ഈ പല വീഡിയോകളിലും അങ്ങനെ കണ്ടു കേട്ടതാണ്. ഇപ്പൊ മറ്റുള്ള രാജ്യക്കാർ കേൾക്കുന്നത് പോലെ ഇഷ്ടത്തിനനുസരിച്ച് പാട്ടോ കാര്യങ്ങളൊന്നും കേൾക്കാൻ കഴിയത്തില്ല എന്നുള്ള രീതിയാണ്. പക്ഷേ നമ്മുടെ ഹീറോ ഇപ്പോ സൗത്ത് കൊറിയൻ ആ ഒരു ബോർഡറിന് അടുത്തായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു സിഗ്നൽ ഇവർക്ക് കിട്ടും. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ലിമ്മിന്റെ അച്ഛനും ഇതേപോലെ നോർത്ത് കൊറിയൻ ആർമിയിൽ ചേർന്നിട്ട് പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല, ആർമിയിൽ തന്നെ സേവനം അനുഷ്ഠിച്ച് മരിക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ലിം ഒരിക്കലും നോർത്ത് കൊറിയയിൽ നിൽക്കാനായിട്ട് താല്പര്യപ്പെടാത്തത്. അങ്ങനെ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന അതേ സമയം കിം ഡോങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ, അവൻ ഇപ്പൊ അകത്തേ കയറി വന്ന്, സാർ നിങ്ങളെപ്പറ്റി ഞാനൊരു കാര്യം മനസ്സിലാക്കി, നിങ്ങൾ സൗത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലിം പെട്ടെന്ന് തിരിഞ്ഞ് കിമ്മിനോട് ചോദിക്കും, ഏയ് നിനക്കെന്താ പറ്റിയേ, നീ എന്തൊക്കെയാ പറയുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല സാർ ഞാൻ രാത്രി കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സ്ഥലം വിട്ട് വെളിയിലേക്ക് പോകുന്നത് എന്നിങ്ങനെ പറയുന്നതും ലിം പെട്ടെന്ന് കിമ്മിന്റെ കഴുത്തിലേക്ക് പിടിച്ചിട്ടാണ് പറയുന്നത്, ഏയ് നീ ആ ഒരു കാര്യം കണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് മറ്റാരും അറിയരുത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ കിം പെട്ടെന്ന് പറയും, ഇല്ല സാർ അതുകൊണ്ടല്ല, ഞാൻ നിങ്ങളോടൊപ്പം വന്നോട്ടെ, എനിക്കും ഒരിക്കലും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറയുന്നതും കിം എന്ന് പറഞ്ഞ അവൻ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ദക്ഷിണ കൊറിയയിലാണ് കിമ്മിന്റെ അമ്മയും സഹോദരിയുള്ളത്. അവരെങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടേക്ക് പോയി. അതുമല്ലാതെ നാളെ അവന്റെ അമ്മയുടെ ജന്മദിനമാണ്, എനിക്ക് എന്റെ അമ്മയെ കാണണം, അവരെങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയണം, അതുകൊണ്ടാണ് പ്ലീസ് എന്നെ കൂടി കൊണ്ടുപോകാൻ പറയുമ്പോൾ ഹീറോ അറിയുമില്ല, ഈ ഒരു കാര്യം നീ അറിഞ്ഞിട്ടുമില്ല, ഇതിനെപ്പറ്റി നീ ഒന്നും കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞ് ഹീറോ നേരെ തിരിച്ചു പോവാണ്. കിമ്മിന്റെ കയ്യിലേക്ക് ആ ഒരു റേഡിയോ ഉണ്ടല്ലോ അതിങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് എനിക്ക് ഇതെന്തായാലും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിങ്ങനെ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അലാറ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ എല്ലാ പട്ടാളക്കാരും ചാടി എഴുന്നേറ്റ് അവരുടെ ആയുധങ്ങളുമായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് വെളിയിലേക്ക് പോകുന്ന സമയത്ത് അതേസമയം നമ്മുടെ ഹീറോ ലിം നോക്കുമ്പോൾ കിമ്മിന്റെ ആ ഒരു ബെഡിൽ അവനെ കാണാനില്ല. അപ്പൊ എന്തായാലും ഹീറോ പോകുന്ന ആ ഒരു വഴിയെ അവൻ പോയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ തന്റെ തോക്കും എടുത്തിട്ട് ഈ ഡ്രസ്സെല്ലാം ഇട്ട് നേരെ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവല്ലോ ആ ഒരു വഴി എങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടിച്ചെന്നിട്ട് ആ ഒരു വേലിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കിം ആണെങ്കിൽ ആ ഒരു വേലിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കുഴി എടുത്തോണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കിമ്മിന് ഹീറോ ഇവിടം വരെ എങ്ങനെ വരുന്നതെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇവിടെ എവിടെയാണ് ആ ഒരു കുഴി എടുത്ത് ഇതിനപ്പുറത്തേക്ക് പോകുന്നതെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് കുഴി എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഹീറോ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് കിം നീ എന്തായി ചെയ്യുന്നേ, നമുക്ക് പിന്നീട് ഇവിടേക്ക് വരാം, നമുക്ക് നാളെ എന്തായാലും രക്ഷപ്പെട്ട് പോവാന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും കേൾക്കത്തില്ല. പ്ലീസ് സർജന്റ് എന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ ഇങ്ങനെ കുഴി എടുത്തോണ്ടിരിക്കുന്ന അതേ സമയം പെട്ടെന്ന് അവിടേക്ക് ഒരു ഓഫീസർ വരാണ്. ഇവരെ രണ്ടുപേരും പിടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന്, ഓഫീസർ കിം ഇവിടെ നിന്നും അറിയാതെ പുറത്തുപോയി, ഞാൻ അവനെ തടയുമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവര് വന്ന് അടിക്കുന്നതോ നമ്മുടെ ഹീറോയെ. അങ്ങനെ അടികൊണ്ട് ഹീറോ താഴേക്ക് വീണ് അവന്റെ ബോധം പോയി അടുത്തത് കാണിക്കുമ്പോൾ ഹീറോയെ നല്ലതുപോലെ അടിക്കാണ്. ഇവരെ രണ്ടുപേരെ അടിക്കുന്നുണ്ട്. അടിച്ചടിച്ച അവസാനം രണ്ടുപേരെ അവിടേക്ക് ഇരുത്തിയിട്ട് ഇപ്പൊ ഹീറോ വരച്ചിരിക്കുന്ന ആ ഒരു മാപ്പ് പേപ്പർ ഉണ്ടല്ലോ അത് ഇവർക്ക് എങ്ങനെ കിട്ടി, അത് കിം എടുത്തോണ്ട് പോയത് കൊണ്ട് അത് ഇവർക്ക് കിട്ടിയിട്ട് നിങ്ങൾ ആരാണ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കും വേറെ വഴിയില്ല, പറയാതിരുന്നു കഴിഞ്ഞാൽ എന്തായാലും അടി കൊണ്ട് മരിക്കേണ്ടി വരും, ക്രൂരമായിട്ടുള്ള ശിക്ഷയായിരിക്കും. അങ്ങനെ ഹീറോ പറയാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ കിം പറയുന്നുണ്ട്, ഇല്ല സാർ സർജന്റ് ഒന്നും ചെയ്തിട്ടില്ല, ഞാനാണ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ചത്, ഞാനാണ് ആ ഒരു മാപ്പ് വരച്ചതെന്ന് പറയുന്നതും അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഫീൽഡ് ഓഫീസർ ആയിട്ടുള്ള ലീ ഹ്യൂങ് സാങ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസർ ഇവിടേക്ക് വരാണ്. അവനാണ് കുറച്ചുകൂടി ക്രൂരനായിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെയുള്ള അധികാരമെല്ലാം കുറച്ചുകൂടി ഉള്ളത് അവനാണ്. അപ്പൊ അവൻ വരുന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള എല്ലാ ഓഫീസർമാരും നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലീ ഹ്യൂങ് അവിടേക്ക് വരാണ്. വരുമ്പോഴത്തേക്കും ഹീറോയുടെ കയ്യിലുള്ള ഒരു റേഡിയോ, പിന്നെ അവരുടെ ബുക്കുകൾ, അവർ വരച്ച ആ ഒരു മാപ്പ്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും മരണശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാവരും വിധിക്കുന്നത്. അപ്പോൾ ലീ ഹ്യൂങ് അതിലുള്ളൊരു ഓഫീസറോട് ചോദിക്കും, ശരി രണ്ടുപേർക്കും മരണശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നു. അതിലൊരാളാണ് തെറ്റ് ചെയ്തത്, കിം ഡോങ് ആണ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്.
അതുകൊണ്ട് തന്നെ ലിമ്മിനെ എന്തിനു ശിക്ഷിക്കണം? ലിമ്മാണ് അവനെ പിടിച്ചത്, നിനക്കെന്താ ബോധമില്ലേ എന്നെല്ലാം ചോദിച്ച് ഇവരെല്ലാവരെയും വഴക്ക് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഹീറോയെ അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ ദൂരം ചെന്നിട്ട് ഈ ഒരു വണ്ടികൾ നിർത്തി അതിൽ നിന്നും ലീ ഹ്യൂങ് മാത്രം വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഹീറോ ഇരിക്കുന്ന ആ ഒരു വണ്ടിയിലേക്ക് വരും. എന്നിട്ട് പുറകിലേക്ക് കയറി, നമ്മൾ എത്ര നാളായി കണ്ടിട്ട് സുഹൃത്തെ, ശരി ലിം, നീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയാൽ ശ്രമിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല സാർ, ഞാൻ അവനെ പിടിക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോഴേക്കും ലീ ഹ്യൂങ് പറയും, ഏയ് നീ എന്നെ ഒരിക്കലും സാറെന്ന് വിളിക്കരുത്, നമ്മൾ തമ്മിൽ കുട്ടിക്കാലം മുതലേ അറിയാം, അതുകൊണ്ട് നീ പണ്ട് എന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് ബ്രോ, അതുപോലെ അങ്ങ് വിളിച്ചാൽ മതി. എന്നിട്ട് അവൻ ചോദിക്കും, അല്ല നിന്റെ അമ്മ എങ്ങനെയുണ്ട്? അപ്പോൾ ഹീറോ പറയും, കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ മരിച്ചുപോയി. ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ നിനക്കിനെ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും ഫാമിലി എന്ന് പറയാൻ ആരുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെ ആരുമില്ല എന്ന് പറയുന്നതും അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ വണ്ടി ഒരിടത്തേക്ക് നിർത്തിയിട്ട് ലീ ഹ്യൂങ് അവൻ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ബ്രോ നമ്മളിപ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയിലേക്ക് പോകാൻ പോവാണ്, എൻ്റെ അമ്മായിയപ്പൻ അവിടെ എന്തായാലും ഉണ്ടാവും, നീയാണെങ്കിൽ രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ച ഒരു പട്ടാളക്കാരനെ പിടിച്ചതല്ലേ, അതുകൊണ്ട് നിന്നെ വെച്ചൊരു കാര്യമുണ്ടെന്നും പറഞ്ഞ് ഇവർ ആ ഒരു പാർട്ടിയിലേക്ക് ചെന്നിട്ട് ആ ഒരു പാർട്ടിയിൽ ആഘോഷിച്ച് ഇപ്പൊ നമ്മുടെ ഹീറോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഹീറോ ഇതുപോലൊരു നല്ല കാര്യം ചെയ്തത് കൊണ്ട് തന്നെ അതിൽ ഹീറോയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ പോവാണ്. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഹീറോയെ സ്റ്റേജിലേക്ക് വിളിച്ചു നിർത്തുമ്പോൾ ഹീറോ അവിടെ നിന്നിട്ട് പറയുന്നത് മനസ്സിലായി, ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നെ കൂടുതലും പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്നോട് പറഞ്ഞു തന്നത് ഇതേപോലെ ഡിവിഷൻ കമാൻഡർ എന്നോട് നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് ആ ഒരു ബഹുമതി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലീ ഹ്യൂങ്ങിന്റെ അമ്മായിയപ്പനുണ്ടല്ലോ അയാളുടെ പേര് ഇങ്ങനെ പറയുന്നതും അയാൾക്കും അത്രയും സന്തോഷമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഈ ഒരു പാർട്ടിയിൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ മാത്രം ലീ ഹ്യൂങ്ങിനെ അങ്ങനെ നോക്കി നിൽക്കാണ്. ഇത് കണ്ട ലീ ഹ്യൂങ് നേരെ ഹീറോയുടെ അടുത്തേക്ക് നടന്നു നിന്നിട്ട്, അല്ല എന്താ നീ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ബ്രോ എനിക്ക് തിരിച്ച് ക്യാമ്പിലേക്ക് പോകണം, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അതിന്റെ ആവശ്യമില്ല, നിന്നെ എന്തായാലും ഡിവിഷൻ സ്ഥാനത്തേക്ക് മാറ്റിയേക്കാണ്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയ്ക്ക് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാലേ അവൻ കണ്ടുപിടിച്ച ആ ഒരു വഴിയെ ഇവൻ ആ ഒരു അതിർത്തി കടന്ന് സൗത്ത് കൊറിയയിലേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവൻ ഈ ഒരു പട്ടാളക്കാരനായത് തന്നെ ജീവിച്ച് മരിക്കേണ്ടി വരും. അവന്റെ ഒരാഗ്രഹങ്ങളും നടക്കത്തില്ല എന്നുള്ളതിലുപരി ഒരടിമയെ പോലെ ഇവിടെ ജീവിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ ഓർഡറുകൾ അനുസരിച്ച് അവർ പറയുന്നത് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ജീവിതമായി പോകും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ വെളിയിലേക്ക് വന്നിട്ട് ലീ ഹ്യൂങ്ങിനെ കണ്ടിട്ട്, ഫീൽഡ് ഓഫീസർ എന്റെ സേവനം കഴിഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോവായിരുന്നു, പിന്നെ എന്തിനാ വീണ്ടും എന്നെ നിയമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ലീ ഹ്യൂങ് പറയും, നിനക്ക് വെളിയിൽ പോയിട്ട് ഒന്നും ചെയ്യാനില്ല, കാരണം നിന്റെ ഫാമിലി എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയിപ്പോ വെളിയിൽ പോയിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹീറോ ചോദിക്കും, അതെങ്ങനെ ശരിയാവും, എന്റെ ഭാവി നിങ്ങളാണോ തീരുമാനിക്കുന്നത്, എന്റെ ഭാവി ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അത് കേട്ട ലീ ഹ്യൂങ് പെട്ടെന്ന് പറയും, ഓ അപ്പോ നിന്റെ ഭാവി നീയാണ് തീരുമാനിക്കാൻ പോകുന്നത്? ഒരിക്കലും അല്ല, നിന്നെ പോലെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, നിനക്ക് കിട്ടുന്ന ഇതുപോലൊരു അവസരം ഒരിക്കലും മറ്റാർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കാൻ പറയുമ്പോൾ ഹീറോയ്ക്ക് ഈ ഒരു ജീവിതം ഒരിക്കലും ഇഷ്ടമല്ലോ. അതുകൊണ്ട് ഹീറോ പറയും, ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ക്യാമ്പിലേക്ക് പോട്ടെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ട്, എൻ്റെ പെട്ടി കാര്യങ്ങളെല്ലാം, അതെല്ലാം എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് വരാം, അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് യാത്ര പറയണം, അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വരാൻ കഴിയത്തുള്ളൂ. ലീ ഹ്യൂങ് ആയാലും അടുത്തേക്ക് വന്നിട്ട്, നീ എന്താ അവിടെ വിട്ടത് എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അച്ഛൻ്റെ ഒരു പേനയുണ്ട് ഹീറോ ഉപയോഗിക്കുന്ന, അത് പതിയെ എടുത്ത് ഹീറോയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടാണ്, ദേ ഇത് നിന്റെ അച്ഛന്റെ പേനയാണ്, ഒരിക്കലും ഇത് കളയരുത് എന്നും പറഞ്ഞ് അടുത്തേക്ക് വന്നിട്ട്, ഇതാണ് നിന്റെ വിധി എന്നും പറഞ്ഞ് അപ്പോ സന്തോഷമായിട്ട് ജീവിക്കാൻ നിൽക്കുന്ന ഒരുത്തനടുത്ത്, ഇതാണ് നിന്റെ വിധി, നീ ഇവിടെ അടിമയെ പോലെ ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടാവും? അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തുള്ളൊരു പട്ടാളക്കാരൻ വന്ന് നമ്മുടെ ഹീറോയെ വിളിച്ച് ഹീറോയ്ക്ക് ആ ഒരു ഫീൽഡ് ഓഫീസർ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹീറോ തന്റെ കയ്യിൽ ആ ഒരു ഫോട്ടോ എല്ലാം വെട്ടിയെടുത്ത് താൻ ഒരു ഫീൽഡ് ഓഫീസറാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കാർഡിൽ ഫോട്ടോ എല്ലാം ഒട്ടിച്ചിട്ട് അതിലൊരു സീലെല്ലാം വെച്ച് അതും കൊണ്ട് ഹീറോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. അങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടവർ ഉണ്ട്. പെട്ടെന്ന് അതിനകത്ത് നിന്ന് രണ്ട് പട്ടാളക്കാർ ഹീറോയെ തന്നെ നോക്കുമ്പോൾ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് പേടിച്ചിട്ട് യുവമാരെ കയ്യിൽ പെട്ടു, ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഓക്കെ എന്തായാലും പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഹീറോ പതിയെ പേടിക്കാതെ അവരുടെ അടുത്തേക്ക് നടന്നിട്ട്, ശരി ഞാനിവിടെ പരിശോധിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന്, സോറി സാർ ഇവിടെ ആരുമില്ല, ഞങ്ങളെല്ലാം സേഫ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് ഒരു സിഗരറ്റ് കുറ്റി എടുത്തിട്ടാണ്, ഓ എന്നിട്ടാണോ ഇത് വലിച്ചുകൊണ്ട് നിൽക്കുന്നത്, ശരി നിങ്ങളുടെ ബൈനോക്കുലർ ഇതാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു ബൈനോക്കുലർ വാങ്ങി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് എങ്ങനെയൊക്കെയാണ് വഴി, എവിടേക്കാണ് ഈ ഒരു പട്ടാളക്കാർ കാവലിന് നിൽക്കുന്നത്, എത്ര ടവറുകളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കാണ്. അങ്ങനെ അതെല്ലാം മനസ്സിലാക്കി ഹീറോ നേരെ തിരിച്ചു വന്നിട്ട് ഇവിടെയുള്ള വണ്ടികളിൽ ഏതെങ്കിലും ഒന്നിൽ കീ കിടപ്പുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോൾ അതിലൊരു വണ്ടിയിലുണ്ട്. അങ്ങനെ ഹീറോ നേരെ അകത്തേക്ക് ചെന്നിട്ട് ആ ഫീൽഡ് ഓഫീസർ ആയിട്ടുള്ള ലീ ഹ്യൂങ്ങിന്റെ അമ്മാവനുണ്ടല്ലോ അയാൾ അവിടെ കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ അയാളെ എടുത്ത് നേരെ ഈ ഒരു വണ്ടിയിലേക്ക് ഇരുത്തിയിട്ട് അയാളെയും കൊണ്ട് വെളിയിലേക്ക് പോകുന്നത് പോലെ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പകുതിയിൽ വെച്ചിട്ട് അയാൾ അങ്ങ് കണ്ണു തുറക്കും. ആഹാ പെട്ടു എന്ന് പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ നോക്കുമ്പോൾ അയാൾ ചോദിക്കും വെള്ളം എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്ത് കൊടുക്കുന്നു. അതേസമയം തന്നെ ഗേറ്റിനടുത്ത്
രണ്ട് പട്ടാളക്കാരിങ്ങനെ നിന്നിട്ട് ഹീറോയെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തെത്തുന്നതും ഈ ഒരു ഫീൽഡ് ഓഫീസർ അകത്തിരിക്കുന്നത് കാണുമ്പോൾ അവര് പെട്ടെന്നൊന്നും ചെയ്യത്തില്ല. അവര് സല്യൂട്ടും ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹീറോ വണ്ടി ഓടിച്ച് അവിടെ നിന്നും വെളിയിലേക്ക് വരികയാണ്. നല്ല വേഗതയിൽ പോകുന്ന വഴിക്ക് തന്നെ ആ ഒരാളെ ചവിട്ടി വെളിയിലേക്ക് ഇടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു വണ്ടി കൊണ്ട് നല്ല വേഗതയിൽ ഇങ്ങനെ പോവാണ്. പക്ഷേ ഈ ഒരു നോർത്ത് കൊറിയയുടെ ബോർഡർ കഴിയണമെന്നുണ്ടെങ്കിൽ ഹീറോ ഇങ്ങനെ പോയാൽ പോരാ. കാരണം നോർത്ത് കൊറിയയിൽ ഇനിയിപ്പോൾ എവിടെ പോയാലും ഹീറോയെ അവർ പിടിക്കും. അതുകൊണ്ട് ഹീറോയ്ക്ക് പോകേണ്ടത് തിരിച്ച് ആ ഒരു ക്യാമ്പിലേക്കാണ്. അങ്ങനെ ഹീറോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ സമയം പെട്ടെന്ന് കാണിക്കുമ്പോൾ എതിർവശത്തൂടെ ഒരു 3 ആർമിക്കാരുടെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇതും കണ്ട് ഹീറോ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോയുടെ വണ്ടിയുടെ പെട്രോൾ അങ്ങ് തീർന്നു പോവും. അതുകൊണ്ട് സ്റ്റോപ്പായിട്ട് അവിടെ നിൽക്കാണ്. അപ്പോൾ ഇത് കാണുന്നത് മുന്നിലേക്ക് പോയ ആ ഒരു 3 വണ്ടികളും പതിയെ റിവേഴ്സ് എടുത്തിട്ട് ഈ വെള്ള ഡ്രസ് ഇട്ടിട്ട് ഒരുത്തൻ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവർ ആർമിക്കാരല്ല, ഈ പോലീസുകാരുണ്ടല്ലോ അവരിലാരും ഒരാളാണ്. അയാൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി നിന്നിട്ട് സാർ നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ID കാണിക്കാൻ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് സർജന്റിലെയും ഡിവിഷൻ 1 കമാൻഡറുടെ സഹായിയാണ് എന്നും പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ അതിൽ ആ ഒരു സീലെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഓക്കെ എന്നും പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അതിൽ നിന്ന് അടുത്തൊരു ഓഫീസർ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ പെട്രോൾ തീർന്ന് കിടക്കാണെന്ന് പറയും. അപ്പോഴേക്കും അയാൾ പുറകിൽ നിന്നും അവിടേക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് ഇതേപോലെ ഡിവിഷൻ ഓഫീസറുടെ സഹായിയായിട്ടുള്ള സർജന്റ് ലിം ക്യൂ വണ്ടിയിൽ പെട്രോൾ തീർന്ന് ഇവിടെ കിടക്കാണ്, ഇതുപോലൊരു സഹായി അവിടെ ഉണ്ടോന്ന് ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ഇങ്ങനെ പറയും. അപ്പോഴേ ഹീറോ പറയും ഞാനൊരു ക്ലാസിഫൈഡ് ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും അല്ല നിന്റെ ട്രാൻസ്ഫർ ദിവസം തന്നെ ഇതുപോലൊരു ക്ലാസിഫൈഡ് കമാൻഡർ ആയിട്ടുള്ളൊരു സ്ഥാനമാറ്റം അതെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫീസർ ഓക്കെ ശരി നിങ്ങൾക്ക് പെട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വരാനായിട്ട് പറയുമ്പോൾ ഹീറോ പറയും ഒരിക്കലും എന്നെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ അവർ പറയും സാർ ഞങ്ങളുടെ കയ്യിൽ പെട്രോൾ ഇല്ല, ഇവിടെ മുകളിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാലേ പെട്രോൾ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും ഓ അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ച ആ ഒരു തന്നെ അവിടെയാണ് പൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു ഓഫീസർ ചോദിക്കും അല്ല ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അപ്പോൾ നിങ്ങൾ ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതൊന്നും എനിക്ക് പറയാൻ സമയമില്ല, എന്നൊരു പ്രധാനപ്പെട്ട ദൗത്യത്തിനാണ് അയച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അവന്റെ ആ ഒരു ദൗത്യത്തിനാണ്. അവന്റെ പേര് കിം ഡോങ് എന്നാണ്. അവനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം എനിക്ക് അന്വേഷിച്ചറിയണം എന്നും പറഞ്ഞിട്ട് ആ ഒരു വണ്ടിയിലുള്ള ഒരു കണ്ണട എടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇത് കാണുന്ന ആ ഒരു ഓഫീസർ ആണെങ്കിലും ഇവനെ ഏതോ ഒരു വലിയ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോയെ കൊണ്ട് നേരെ ആ ഒരു സ്റ്റേഷനിലേക്ക് ചെല്ലാണ്. അങ്ങനെ അതിനകത്ത് ചെന്നിട്ട് നമ്മുടെ ഹീറോ അവന്റെ ട്രാൻസ്ഫർ പേപ്പർ അതിങ്ങനെ ഒപ്പിട്ട് നേരെ കിം ഡോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണെങ്കിൽ അവനാണെങ്കിൽ ആ ഒരു ജയിലിനകത്ത് കിടന്ന് നല്ലതുപോലെ കരയുന്നു. ഹീറോ അടുത്തേക്ക് ചെന്നിട്ടാണ് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്കും പോവാന്ന്, പക്ഷെ നീ കേട്ടില്ല, ശരി എന്തായാലും നമുക്ക് ഇന്ന് പോവാന്ന് പറഞ്ഞ് അവനെയും വിളിച്ച് വെളിയിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ അവൻ എവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. എന്നിട്ട് ഈ ഒരു ഓഫീസറിനോട് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത ഈ ഒരു കാര്യം ഞാൻ എന്തായാലും റിപ്പോർട്ടായിട്ട് സൂക്ഷിക്കും എന്നെല്ലാം പറയുമ്പോൾ അതിലൊരു പോലീസുകാരന് എന്തോ ഒരു സംശയം വന്നിട്ട് ആ ഒരു ഓഫീസറിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് സാർ ഇപ്പൊ എന്തായാലും ഇവരെ വിടണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓഫീസർ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കാണ്ട് എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞ് അയാളെ വഴക്ക് പറയുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് സർജന്റ് ലിം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പെട്രോളാണ്, പക്ഷെ ഈ ഒരു വണ്ടി ഡീസൽ വണ്ടിയാണ്, ഇത് ഏത് തരം വണ്ടിയാണെന്ന് പോലും അറിയാത്ത ഇത് ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് സാർ എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഹീറോ പെട്ടുപോയി. അപ്പോഴേക്കും ആ ഒരു ഓഫീസറിന്റെ കയ്യിലാണെങ്കിൽ തോക്കുരിപ്പുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു പേന ഇങ്ങനെ പതിയെ തുറക്കുന്നതും ഈ ഒരു ഓഫീസർ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന ആ ഒരു തന്നെ ഒരു ഒറ്റയടി എന്നിട്ടാണ് പറയുന്നത് അദ്ദേഹത്തെ അപമാനിക്കാണോ, അദ്ദേഹം ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ സോറി എല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് ആ ഒരു ഓഫീസർ പറയും ശരി അദ്ദേഹത്തിനോടൊപ്പം ആരെങ്കിലും ഒരാൾ കൂട്ടുവാനായിട്ട് പറയുമ്പോൾ ആ അടി വാങ്ങിയാലോ ആ ഒരുത്തം പറയും ശരി ഞാൻ അദ്ദേഹത്തിനോടൊപ്പം കൂട്ടുവാന്ന് പറഞ്ഞിട്ട് വേറൊരു ഡ്രൈവർ പിന്നെ നമ്മുടെ ഹീറോ പിന്നെ ആ ഒരു ഓഫീസർ അതേപോലെ തന്നെ കിം ഡോങ്ങും ഇവർ 4 പേരും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുറകിലിരിക്കുന്ന ഓഫീസറിനാണെങ്കിൽ ഇപ്പോഴും സംശയം. അതുകൊണ്ട് തന്നെ ഫോൺ എടുത്തിട്ട് നിങ്ങളെ ചുമതലപ്പെടുത്തി ആ ഒരു ഓഫീസറിനെ വിളിച്ചിട്ട് കൺഫേം ചെയ്യാണ്ട് പറയുമ്പോൾ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് ഫോൺ എടുത്ത് ലീ ഹ്യൂങ്ങിനെ വിളിച്ചിട്ടാണ് ഹീറോ പെട്ടെന്ന് അവനോട് പറയുന്നത് സാർ ദൗത്യമെല്ലാം നല്ലതുപോലെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ലീ ഹ്യൂങ്ങിനെ ഒന്നും മനസ്സിലാവുന്നില്ലോ. അവൻ ചോദിക്കും അല്ല നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി അവനോട് പറയും വേറെ ഒന്നുമല്ല എന്റെ ഭാവി ഞാനാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ആ ഒരു ഓഫീസർ ആണെങ്കിലും പുറകിൽ വന്നിട്ട് ഇവർ വീണ്ടും വണ്ടിയിൽ കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു ഓഫീസറിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അവനെ വീണ്ടും ഡിവിഷനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഈ ഒരു സംശയം കാരണം പുറകിലിരിക്കുന്ന ആ ഒരു ഓഫീസർ ഹീറോയെ നോക്കുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി എന്തോ അവന് മനസ്സിലായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആ ഡ്രൈവർ ആയിട്ടുള്ള ഓഫീസർ ഉണ്ടല്ലോ അവന്റെ തോക്കെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങോട്ട് കേട്ട് പിടിയും വലിയായിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യാണ്. അപ്പൊ കൂടെ സഹായിക്കാനായിട്ട് കിം ഡോങ് ഉണ്ട്. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് വണ്ടിയുടെ നിയന്ത്രണം വിട്ട് അത് നേരെ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു ബോർഡെല്ലാം ഇടിച്ച് തകർത്ത് താഴേക്ക് വന്ന് വീഴാണ്. അപ്പോഴേക്കും ആ ഒരു ഡ്രൈവറിന്റെ കയ്യിൽ തോക്ക് കിട്ടിയിട്ട് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ ആ ഒരു ഡ്രൈവറിന്റെ തലയിലേക്ക് ബുള്ളറ്റ് കയറുന്നു. പെട്ടെന്ന് ആ ഒരു വണ്ടിയുടെ നിയന്ത്രണം വിട്ട് അത് തല കീഴായിട്ട് മറിഞ്ഞ് ഒരിടത്തേക്ക് വന്ന് വീഴുമ്പോൾ ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഈ ലീ ഹ്യൂങ് ഉണ്ടല്ലോ അവൻ ഇപ്പൊ അവിടേക്ക് വന്നിട്ട് 2 വണ്ടിയിൽ പട്ടാളക്കാരെയും കൊണ്ടുവന്ന് അവിടെ നിന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യാണ്. തകർത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരം ഷൂട്ട് ചെയ്ത് ഹീറോയ്ക്കാണെങ്കിലോ
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പോലും കഴിയത്തില്ല. കിം ഡോങ് ആണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഇപ്പുറത്ത് ഒളിച്ചിരുന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേക്കും ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അടുത്ത് ഈ രക്തം തളം കെട്ടി കിടപ്പുണ്ട്, അതങ്ങനെ എടുത്ത് മുഖത്തിങ്ങനെ തേച്ചിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുന്നത് ഹീറോ പതിയെ മരിച്ചതുപോലെ താഴേക്കൊന്ന് വീഴുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ലീ ഹ്യൂങ് ഓക്കെ ശരി പോവാന്നും പറഞ്ഞിട്ട് ആ ഒരു വണ്ടിയും എടുത്ത് ഇവര് പോവെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അവര് വണ്ടി എടുത്ത് ഹീറോയുടെ അടുത്തേക്ക് വരാണ്. ഇത് കാണുന്നതും ഹീറോ എഴുന്നേറ്റ് ഒരു ഒറ്റ ഓട്ടം. ലീ ഹ്യൂങ് നോക്കുമ്പോ ഇവ മരിച്ചില്ലേന്നും പറഞ്ഞ് അവന്റെ പുറകെ ഓടുമ്പോൾ നമ്മുടെ ലീ ഹ്യൂങ്ങും കിങ് ഡോങ്ങും നല്ല വേഗതയിൽ ഓടുന്നു. അടുത്താണെങ്കിൽ ഈ പുല്ലുകളെല്ലാം വളർന്നു നിൽക്കുന്നത് കൊണ്ട് അതിനിടയിലൂടെ നല്ല വേഗതയിൽ ഓടുന്നു. ഇവര് പുറകെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും രണ്ടുപേരും നിൽക്കാതെ ഓടി 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 അവസാനം അടുത്തുള്ള ഒരു പുഴയിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. അതുകൊണ്ട് പുറകെ വന്ന ലീ ഹ്യൂങ്ങിനെ നമ്മുടെ ഹീറോയെ പിടിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവരൊരു പുഴയുടെ അടുത്ത് നിന്ന് ഹീറോ അങ്ങനെ കണ്ണുറക്കുമ്പോഴത്തേക്കും കിം ഡോങ് ആണെങ്കിലും പെട്ടെന്ന് വന്നിട്ട് സാർ ബാ പോവാന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നതും അവിടേക്ക് രണ്ടുപേരിങ്ങനെ തൂക്കുമായിട്ട് വരികയാണ്. ഇവരാരാണെന്ന് അറിയത്തില്ല. ഇവർ രണ്ടുപേരും അടുത്തുള്ള ആ ഒരു പുല്ലുകൾക്കിടയിലേക്ക് ഒളിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുറകിലൂടെ ഒരു തോക്ക് വരുന്ന ശബ്ദം. ഹീറോ ആ ഒരു ശബ്ദം കേൾക്കുന്നത് പതിയെ ഒരു കല്ലെടുത്ത് ഇടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ലേഡിയായിരുന്നു. അതുമല്ല ഇവിടെ കൂടെയുള്ള ഇവിടെയുള്ള എല്ലാവരും സ്ത്രീകളാണ്. അങ്ങനെ നമ്മുടെ ഹീറോയോട് ചോദിക്കും നിങ്ങളെ ആരാ ഞങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഞങ്ങൾ അങ്ങനെ വന്നതല്ല എന്ന് പറയുമ്പോൾ അതിലുള്ള ലേഡിയോട് പറയും ശരി ഇവരെ രണ്ടുപേരെ കൊല്ലാൻ പറയുന്നതും അവൾ വാളുവെടുത്തിങ്ങനെ വരുന്ന സമയത്താണ് കിം ഡോങ് പറയുന്നത് ഞങ്ങൾ ഇന്ന് ചെയ്യരുത് പ്ലീസ്, ഞങ്ങൾ കുറേ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവരെ ഹീറോയെ കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്ത്രീകളെല്ലാം ഇവരുടെ കൂടെ കുട്ടികളും അതേപോലെ തന്നെ ഒന്ന് രണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് നോർത്ത് കൊറിയയിൽ നിന്ന് നാട് കടത്തിയവരാണ്. ഇവരിപ്പോ രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണിന്റെ അനിയനെ ഇവിടുത്തെ പട്ടാളക്കാർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കിമ്മിനെ അവനെ പറ്റി അറിയാം. കാരണം കിം കിടന്ന ആ ഒരു ജയിലില് അടുത്ത സെല്ലിലാണ് അവനും കിടന്നിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇവരോട് പറയുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി വിശ്വാസമായി അവളുടെ അനിയൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അതേസമയം ഇവിടെ ലീ ഹ്യൂങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോ ഒരുപാട് പട്ടാളക്കാരെയും കൊണ്ടുവന്ന് നമ്മുടെ ഹീറോ എവിടെയൊക്കെ രക്ഷപ്പെട്ട് പോവാം എന്നുള്ള രീതിയിൽ ഒരു മാപ്പ് റെഡിയാക്കി അവിടേക്ക് എല്ലാ ആളുകളെ പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം അവിടെ ഇരിക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ അവരോട് ഒരാൾ വന്ന് ഇങ്ങനെ പറയുന്നതും പട്ടാളക്കാർ വന്നെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഇവര് ആ ഒരു ഗോയ്ക്കുള്ളിലെ തീയെല്ലാം അണയ്ക്കുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു പട്ടാളക്കാരെല്ലാം അകത്തേക്ക് കയറി വന്ന് നോക്കുമ്പോഴത്തേക്കും മുകളിൽ നിന്നും ഇറ്റിറ്റ് വെള്ളം വീഴുന്നുണ്ട് താഴേക്ക്. പക്ഷെ ആരെയും കാണാനില്ല എന്ന് ലീ ഹ്യൂങ്ങിനോട് പറയുമ്പോൾ ലീ ഹ്യൂങ് തിരക്കി വന്നത് നമ്മുടെ ഹീറോയെയും അതേപോലെ തന്നെ കിങ് ഡോങ്ങിനെയാണ്. ഇതേപോലെ മറ്റൊരുപാട് പേര് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർക്കൊരിക്കലും അറിയത്തില്ല. അപ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗുഹയ്ക്ക് മുകളിൽ നിന്നും മറ്റേതെങ്കിലും ഭാഗം ഉണ്ടാവും അവിടേക്ക് ആളെ പറഞ്ഞു വിടാൻ പറയുമ്പോൾ ഇവിടെ മറ്റൊരു വശത്തേക്ക് ഈ ഒരു പട്ടാളക്കാരെല്ലാം നടന്നിങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു പാറകൾക്ക് സൈഡിലായിട്ട് ഇവരെല്ലാവരും വരിയായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇവരെ കാണാതെയാണ് അവർ നടന്നു പോകുന്നത്. അതേസമയം അതിലൊരു ചെറിയ പയ്യൻ ഒരു കമ്പിലിങ്ങനെ ചവിട്ടുന്നതും ആ ഒരു ശബ്ദം കേട്ട് മുമ്പിലേക്ക് പോയ ആ ഒരു പട്ടാളക്കാരെല്ലാം പതിയെ പുറകിലേക്ക് നടന്നു വരികയാണ്. ഇനിയിപ്പോ വേറെ വഴിയില്ല. ഇവരെല്ലാവരും റെഡിയായിട്ട് തോക്കെല്ലാം ലോഡ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് മറ്റൊരു വശത്ത് നിന്ന് നമ്മുടെ ഹീറോ അതേപോലെ തന്നെ കിം ഡോങ്ങും ഇവർ രണ്ടുപേരും ഇവരെല്ലാവരും രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് തോക്ക് വെച്ച് ഇങ്ങനെ ഫയർ ചെയ്തിട്ട് മറ്റൊരു വശത്തേക്ക് ഓടുമ്പോൾ ഈ ഒരു പട്ടാളക്കാരെല്ലാം ഇവരുടെ അടുത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് ഓടുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓടുമ്പോഴത്തേക്ക് അവരവിടെ നിന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ മരങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ബുള്ളറ്റ് കറക്റ്റ് ആയിട്ട് ദേഹത്ത് കൊള്ളുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഓടുന്ന സമയത്താണ് അതില് കിം ഡോങ്ങിന്റെ കാലിലേക്ക് ബുള്ളറ്റ് ഇങ്ങനെ കൊള്ളുന്നു. അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നതും ഹീറോ ഇപ്പൊ അവനെ പിടിച്ച് ഒരു പാറയുടെ സൈഡിലായിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ലീ ഹ്യൂങ്ങിന് മനസ്സിലായി അവൻ അവിടെ തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് 4 വശവും ചുറ്റി വളയാൻ പറയുന്നതും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ രക്ഷപ്പെടാനായിട്ട് വേറെ വഴിയില്ല. ഈ പട്ടാളക്കാരെല്ലാം 4 വശത്തായിട്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞു നിൽക്കുകയാണ്. അവസാനം ഹീറോയെ കണ്ടുപിടിക്കും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ രക്ഷപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവരിപ്പോ മറ്റൊരിടത്ത് നിന്ന് തോക്ക് ഉപയോഗിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് ഷൂട്ട് ചെയ്യുന്നതും ഇവരുടെ ശ്രദ്ധയെല്ലാം അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ ലീ ഹ്യൂങ് പറയുന്നുണ്ട് ഏയ് ഒരു കാരണവശാലും അവരുടെ ശ്രദ്ധ തിരിക്കരുത്, നമുക്കാവശ്യം ലിം ക്യൂവിനെയും അതേപോലെ തന്നെ കിമ്മിനെയാണ് എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്നവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇവർ പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവും. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോ കിമ്മിനെ വിളിച്ചിട്ട് നേരെ ഇവരുടെ ക്യാബിനടുത്തേക്ക് നടന്നു പോവാണ്. അപ്പോഴേക്കാണ് ലീ ഹ്യൂങ്ങിനെ അവൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോയെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നതെന്ന് അറിയത്തില്ല. സത്യത്തിൽ ഇവർ രണ്ടൊരു കുട്ടിക്കാലം മുതലേ അറിയുന്നവരാണ്. എന്നിരുന്നാലും ഇവന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മാത്രം നമുക്കറിയാൻ കഴിയുന്നില്ല. കാരണം ഹീറോയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ അവർ ഒരിക്കലും തയ്യാറല്ല. അതേപോലെ തന്നെ ഹീറോയെ രക്ഷിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ദേഷ്യമെല്ലാം കാരണം ഇവരെ കൈവിട്ടതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആ ഒരു പട്ടാളക്കാരനെ ഇവൻ അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയും കിങ് ഡോങ്ങും രണ്ടുപേരും നടന്ന് ഇവരുടെ ക്യാബിന് മുകളിലൂടെ ഇങ്ങനെ പോവാണ്. പോകുമ്പോഴത്തേക്കും കിമ്മിന്റെ കാല് തെറ്റി അവ നേരെ താഴേക്കൊന്ന് വീഴുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ആഹാ മുന്നിൽ നിറയെ പട്ടാളക്കാരി പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു പരേഡ് പോലെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും നടന്നു പോകുന്ന സമയത്താണ് അതിനിടയിലൂടെ നമ്മുടെ ഹീറോ അതിലൊരാളായിട്ട് നേരെ കിമ്മിന്റെ അടുത്തേക്ക് വന്ന് അവനൊരു ഹെൽമറ്റ് വെച്ച് കൊടുത്തിട്ട് അവനെ വിളിച്ചിങ്ങനെ നടന്നു പോകുന്നു. എന്നിട്ട് എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ വന്നിങ്ങനെ വരിയായിട്ട് നിൽക്കുമ്പോൾ
ലീ ഹ്യുങ് അവിടേക്ക് വന്നിട്ട് ഇപ്പൊ എല്ലാവരോടും പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്നും രണ്ടുപേരെ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, രണ്ടുപേരും രാജ്യദ്രോഹികളാണ്. അതുകൊണ്ട് അവരെ രണ്ടുപേരെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നവർക്ക് നിങ്ങളുടെ പദവി സ്ഥാനം ഉയർത്തി തരുന്നതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുന്നതും ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയും കിമ്മും ഇവർ രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ അതുവഴി ഇങ്ങനെ പോവാണ്. അതേസമയം അടുത്തൊരു മെസ്സ് ഉണ്ട്. അതിന് മുകളിലൂടെ ഇവർ ഓടിപ്പോകുമ്പോൾ കിമ്മിന്റെ കാല് തെറ്റിയിട്ട് നേരെ താഴേക്ക് വന്ന് വീഴുമ്പോൾ ആ ഒരു ശബ്ദം കേട്ട് ഇതിലുള്ള ഓഫീസറും ആ ഒരു പട്ടാളക്കാരും എല്ലാവരും കൂടി ചേർന്ന് അതിന്റെ ഡോർ ചവിട്ടി തുറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ ഒരു ഓഫീസർ പെട്ടെന്ന് അത് ചവിട്ടി തുറക്കുന്നതും പെട്ടെന്ന് അതിനകത്ത് ഹീറോ ഒരു ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് പൊട്ടിത്തെറിച്ച് 1-2 പേർക്ക് പരിക്ക് പറ്റും. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ രണ്ടുപേരും അവിടെ നിന്ന് ഓടി എന്നിട്ട് രണ്ടുപേരും ഓടി ആ ഒരു വേലിയുടെ അടുത്തേക്ക് വന്നിട്ട് ഹീറോ കുഴിച്ച ആ ഒരു കുഴിയുണ്ടല്ലോ അതുവഴി ഹീറോ ഇപ്പുറത്തേക്ക് വന്നിട്ട് കിം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കിമ്മിനെ കാണാനില്ല. നോക്കുമ്പോഴത്തേക്ക് അവൻ ഈ ഒരു കുഴി എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് അവൻ മറ്റൊരിടത്ത് കുഴി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ നോക്കുമ്പോഴത്തേക്കാണ് ലീ ഹ്യുങ് ഉണ്ടല്ലോ അവൻ അവിടെയുള്ള ടവറിന് മുകളിൽ കയറിയിട്ട് ഈ ഒരു ലൈറ്റ് വെച്ച് എല്ലായിടത്തും ഇങ്ങനെ അടിച്ചു നോക്കുകയാണ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഹീറോ ആ ഒരു ഗ്യാപ്പിൽ ഒളിച്ചിരിക്കുകയും ചെയ്യും. അപ്പോഴേക്കും കിം ആണെങ്കിൽ ഈ ഒരു വെട്ടം കണ്ട് മറ്റൊരിടത്തേക്ക് ഒളിച്ചു വന്നിരുന്നിട്ട് അവനും അങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം കിം നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു നെക്ലേസ് ഉണ്ട് അത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ആ ഒരു നെക്ലേസ് എടുത്തിട്ട് അവൻ അവിടെ ഇരിക്കുന്നതും അതിനു മുന്നേ ഹീറോ ഇപ്പുറത്തേക്ക് വന്ന് അവനെ വിളിച്ച് ആ ഒരു വഴിയെ ആ ഒരു വേലിയുടെ ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് കിം പറയുന്നത്, സാർ എനിക്ക് ഒരിക്കലും എന്റെ അമ്മയെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഈ ഒരു മാല എന്റെ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതും അതിനു മുന്നേ തന്നെ ലീ ഹ്യുങ് അവൻ ആ ഒരു വെളിച്ചം വെച്ച് നമ്മുടെ കിമ്മിനെ കണ്ടുപിടിച്ചിട്ട് കിമ്മിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യാണ്. അത് കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയിം ചെയ്തിങ്ങനെ നിൽക്കുന്നതും ഹീറോയുടെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഹീറോ പെട്ടെന്ന് തിരിച്ച് ആ ഒരു ലൈറ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും ആ ലൈറ്റ് അങ്ങ് തകർന്നു പോയി. എന്നിട്ട് ഹീറോ അവിടെ നിന്ന് ഇങ്ങനെ ഓടി ഓടി പോകുമ്പോഴത്തേക്കും പലയിടങ്ങളിൽ നിന്നും ഇവർ ആ ഒരു ലൈറ്റ് വെച്ചിട്ട് ഹീറോയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഒരവസരത്തില് ലീ ഹ്യുങ് ഹീറോയെ കണ്ടുപിടിച്ച് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ ഹീറോ അടുത്തുള്ള ഓരോ ലൈറ്റുകളായിട്ട് ഷൂട്ട് ചെയ്ത് അങ്ങ് തകർക്കും. അതുകൊണ്ട് ലീ ഹ്യുങ്ങിനെ അവനെ കാണാൻ കഴിയത്തില്ല. പക്ഷെ എങ്ങനെയോ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി ലീ ഹ്യുങ് ഹീറോയെ ഷൂട്ട് ചെയ്യുമ്പോൾ ഹീറോയുടെ ഷോൾഡറിൽ എങ്ങാണ്ടോ ബുള്ളറ്റ് കൊള്ളും. അങ്ങനെ ഹീറോ താഴെ വന്ന് വീഴുന്നതും ഇപ്പോൾ ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു കോമ്പസും മിനിറ്റ് വാച്ച് എല്ലാം പോയി. ഇപ്പൊ എങ്ങനെ ഹീറോ ഈ ഒരു മൈനുകളെല്ലാം കഴിഞ്ഞ് മുന്നിലേക്ക് പോകും അറിയത്തില്ല. അതേസമയം ലീ ഹ്യുങ്ങിനാണെങ്കിലും അത്രയും ദേഷ്യമായി. അവനും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു റേഡിയോ ഉണ്ടല്ലോ അതെടുത്ത് ഓൺ ആക്കിയിട്ട് അതും പിടിച്ചിങ്ങനെ ഓടുകയാണ്. കാരണം ഈ റേഞ്ച് കിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ അത് മനസ്സിലാക്കി ഇങ്ങനെ ഓടുന്നതും സൗത്ത് കൊറിയയുടെ ആ ഒരു ബോർഡർ എങ്ങോട്ടാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ അതും വെച്ചിട്ട് ഹീറോ ഓടുകയാണ്. അത് കഴിഞ്ഞ് ഓടി ഒരു വിധത്തിൽ ആ ഒരു കാടിനടുത്തേക്ക് എത്തുമ്പോൾ ഇനി എന്തായാലും ഹീറോയ്ക്ക് അറിയാം മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി. കാരണം ഇവിടെ എല്ലാം ഹീറോയ്ക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹീറോ അവിടെ നിന്നും ഈ കാടിനുള്ളിലൂടെ പോകുമ്പോൾ കൂടെ വരുന്ന ലീ ഹ്യുങ് കൂടെയുള്ള 2-3 പട്ടാളക്കാര് ഇവരെല്ലാവരും വലിയ കാര്യത്തിൽ അകത്തേക്ക് പോകുന്നതും പുറകിൽ വരുന്ന ഒരു പട്ടാളക്കാരൻ മൈനിൽ ചവിട്ടി അവന്റെ കാലൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പൊ ഇവരും പേടിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ അങ്ങനെ നിൽക്കാണ്. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ആണെങ്കിലോ ഓടിക്കൊണ്ടേയിരിക്കുന്നു, എവിടെയും നിൽക്കുന്നില്ല. അങ്ങനെ ഹീറോ ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരുപാട് സമയമായി. കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസമായി എന്നിട്ട് ഹീറോ ഓട്ടം നിൽക്കുന്നില്ല. ഓടി അവസാനം ഇപ്പൊ അവരുടെ ഭാഗത്ത് നിന്നും ഒരുപാട് ദൂരം എത്തിയെന്ന് മനസ്സിലാക്കി ഹീറോ കുറച്ച് മുന്നിലേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കിടക്കുന്നു. അപ്പൊ അതിലൂടെ ചവിട്ടി പോകുമ്പോഴത്തേക്കാണ് പതിയെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. എന്താണെന്ന് വെച്ചാൽ അതൊരു ചതുപ്പ് നിലമായിരുന്നു. അങ്ങനെ താഴേക്ക് മുങ്ങി പോയിട്ട് ഒരു വിധത്തില് ഹീറോ അവിടെ നിന്നും എഴുന്നേറ്റ് ദേഹം മുഴുവൻ ചെളിയായിട്ട് നേരെ മറ്റൊരിടത്തേക്ക് വന്ന് മുഖമെല്ലാം കഴുകി കുറച്ചുകൂടി മുന്നിലേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഈ സൗത്ത് കൊറിയൻ ബോർഡർ ഉണ്ടല്ലോ അതിങ്ങനെ കാണുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സൗത്ത് കൊറിയൻ പട്ടാളക്കാരെ കൂടി കാണുമ്പോൾ അവന് നല്ല ആശ്വാസമായി ഓടി ചെന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൗത്ത് കൊറിയക്കാര് നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരാണെങ്കിൽ അവരെ എന്തായാലും സഹായിക്കും. അങ്ങനെ ഹീറോ കുറച്ച് മുന്നിലേക്ക് കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നതും ചവിട്ടുന്നതും മൈനിലായിരുന്നു. അതിൽ ചവിട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പുറകിലൂടെ ലീ ഹ്യൂൻ അവനെങ്ങനെയോ പുറകിലൂടെ വന്നിട്ട് ഹീറോയുടെ തലയിലേക്ക് തോക്ക് വയ്ക്കുന്നതും ഹീറോ പതിയെ അവനെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അവനോട് പറയുന്നത്, നിനക്കൊരിക്കലും എൻ്റെ അടുത്ത് നിന്ന് പോകാൻ കഴിയത്തില്ല. കാരണം ഞാൻ ചവിട്ടിയേക്കുന്നത് മൈനിലാണ്. കാലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തീരും. അതുകൊണ്ട് നീ ഈ ഒരു തോക്ക് ഇവിടെ വെച്ചിട്ട് നിന്റെ ഇഷ്ടത്തിന് പോയിക്കോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ഞാനും ജീവിക്കാൻ പോവാണ് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ലീ ഹ്യുങ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലീം നീ അന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ് സൗത്ത് കൊറിയ അതൊരു പരദീസയാണെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നീ എന്നോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിനക്ക് പൊസിഷൻ മാറ്റി തരാം, നിനക്ക് അവിടെ തന്നെ ജീവിക്കാം. നീ സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്താ കിട്ടാൻ പോകുന്നേ? അവരാരും നിന്നെ സ്വീകരിക്കത്തില്ല, നീ അവിടെ ഒരിക്കലും ജയിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിലും എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടം തിരഞ്ഞെടുക്കാൻ കഴിയും. മറ്റൊരാളുടെ അടിമയായിട്ട് ജീവിക്കാതെ ഒരുപക്ഷെ ഞാൻ തോക്കുകയാണെങ്കിൽ അതെന്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കും. കാരണം ആ ഒരു പരാജയം പോലും ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ്, മറ്റൊരാൾ എനിക്ക് തരുന്നതല്ല. ആ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ പതിയെ ആ ഒരു മൈനിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും അത് പൊട്ടുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ലീ ഹ്യുങ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹീറോയുടെ മുകളിലേക്ക് ചാടി വീണ് ഹീറോ ഇടിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ
നീ മരണത്തിലേക്ക് പോയിക്കോ, പക്ഷെ ഒരിക്കലും നിന്നെ അവിടേക്ക് ഞാൻ പറഞ്ഞു വിടത്തില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയെ നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ 2-3 ഇടി കൊണ്ടിട്ട് തിരിച്ച് ലീ ഹ്യൂങ്ങിന് ഒരു ഒറ്റയിടി. ആ ഒരു ഇടിയിൽ അവന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ താഴേക്ക് വന്ന് വീണിട്ട് ഹീറോ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇനി എന്റെ പുറകെ വരരുത്, ഞാൻ പോവാണെന്നും പറഞ്ഞ് ഹീറോ പതിയെ ഈ സൗത്ത് കൊറിയൻ പട്ടാളക്കാരുടെ മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് പോവാണ്. ലീ ഹ്യൂങ് വീണ്ടും പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഹീറോ അവിടേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ട്. അതിലൂടെ ഈ പട്ടാളക്കാരെ വിളിച്ച് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടേക്ക് വരും. അങ്ങനെ അതെടുത്ത് ഹീറോ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് വർക്കാവുന്നില്ല. അപ്പോഴേ ലീ ഹ്യൂങ് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ആ ഒരു ടെലിഫോൺ ബോക്സ് അതങ്ങ് ഷൂട്ട് ചെയ്ത് തകർക്കാണ്. അപ്പോൾ ഹീറോ അവിടെ നിന്ന് ഓടി ആ ഒരു മതിലിനടുത്തേക്ക് ഗേറ്റിനുള്ളിലൂടെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഓടുമ്പോഴത്തേക്കും അവൻ പുറകെ വന്ന് ഹീറോയുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യും. എന്നിരുന്നാലും ഹീറോ അവിടെ നിന്നും പതിയെ നടന്ന് ആ ഒരു ലൈൻ കടക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഹീറോ നടന്നിങ്ങനെ പോകുമ്പോൾ ലീ ഹ്യൂങ് പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ ആ ഒരു ലൈനിലേക്ക് കാലെടുത്ത് വെക്കാൻ വരുമ്പോൾ ലീ ഹ്യൂങ് വീണ്ടും ഹീറോയെ ഷൂട്ട് ചെയ്യുന്നതും ഹീറോ താഴെ വന്ന് വീണു. മരിച്ചു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ വീണ്ടും പതിയെ ഇപ്പൊ തോറ്റാലും താനാണത് തെരഞ്ഞെടുക്കുന്ന രീതിയിൽ ഹീറോ പതിയെ കൈയെത്തി ഇപ്പൊ ആ ഒരു ലൈനിനടുത്തേക്ക് വന്ന് ഹീറോ തൊടാനായിട്ട് ഇങ്ങനെ വരുവാണ്. ഇത് കാണുന്നത് ലീ ഹ്യൂങ്ങിനെ അത് കഴിയുന്നില്ല. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഹീറോ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവന്റെ ആ ഒരു മനസ്സ് അത് കണ്ട് ലീ ഹ്യൂങ്ങിന് പോലും അവനെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണിക്കുന്നതും സൗത്ത് കൊറിയൻ പട്ടാളക്കാർ അവിടേക്ക് വന്നിട്ട് ലീ ഹ്യൂങ്ങിനോട് പറയും, നിങ്ങൾ ഫയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഷൂട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ലീ ഹ്യൂങ്ങിന് ഇപ്പോൾ വേറെ വഴിയില്ല. താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു ബോർഡർ ലൈനിൽ കൈവച്ചു. അങ്ങനെ ലീ ഹ്യൂങ്ങും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ സൗത്ത് കൊറിയൻ പട്ടാളക്കാർ വന്നിട്ട് നിങ്ങൾ മനസ്സ് മാറ്റിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ചോദിക്കുന്നതും ഹീറോ അതിന്ന് പറയുമ്പോൾ ഹീറോയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ സൗത്ത് കൊറിയയിലെ ഒരു വീടെടുത്ത് അവിടെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം, അവന് ഇഷ്ടപ്പെട്ടൊരു ജീവിതം ജീവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കിം ഡോങ്ങിന്റെ അമ്മയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് കിമ്മിന്റെ അമ്മയോട് പറയുന്നത് കിം ഇപ്പോഴും അടുത്തൊരു പൊസിഷനിലേക്ക് മാറിയത് കൊണ്ട് അവന് വരാൻ കഴിയത്തില്ല, അവനിപ്പോൾ അവിടെ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട്, നല്ല ആഹാരം എല്ലാം കഴിച്ച് എന്നെല്ലാം കിമ്മിന്റെ അമ്മയോട് അവൻ കള്ളം പറയും. അതേപോലെ തന്നെ അവൻ കൊടുക്കാൻ പറഞ്ഞ ആ ഒരു നെക്ലേസ് ഉണ്ടല്ലോ അതും അവന്റെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല പല ന്യൂസുകളിലൂടെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇയോമി പാർക്ക് എന്ന് പറഞ്ഞ ലേഡി നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടുത്തെ ജീവിതം എങ്ങനെയാണെന്ന് മറ്റുള്ളവരെ അറിയിച്ച ഒരു ലേഡിയാണിത്. അപ്പോൾ അവരെ പോലെ ഒരുപാട് പേര് ഇതുപോലെ നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു സ്റ്റോറിയാണ് ഈ ഒരു മൂവിയും. ഒരുപക്ഷെ ഇതൊരു റിയൽ ആയിട്ട് ഒരാൾക്ക് നടന്ന സംഭവമായിരിക്കാം. ഇതൊരു റിയൽ സ്റ്റോറി ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.